സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് ഈ ഒരു പെൻഷൻ പദ്ധതിനെ പറ്റിയിട്ടുള്ള പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ അപേക്ഷയിൽ നിങ്ങളിപ്പോൾ അപ്രൂവലാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1000 രൂപ നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് മാസം തൊട്ടാണോ ഇതിപ്പോൾ അപ്രൂവലായിട്ട് കിട്ടിയിട്ടുള്ളത് ആ ഒരു മാസം മുതലേ നിങ്ങൾക്ക് പെൻഷൻ്റെ എമൗണ്ട് കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഒരു പെൻഷൻ്റെ പ്രഖ്യാപനം നവംബർ മാസം മുതലാണ് തുടങ്ങിയതെങ്കിലും നിങ്ങൾക്ക് നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു മാസത്തെ പെൻഷനൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് എന്നാണോ അപ്രൂവൽ ആയത് ആ ഒരു മാസം തൊട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു പെൻഷനായിട്ട് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ സബ്മിറ്റഡ് ആണ് സ്റ്റാറ്റസ് കാണിക്കുന്നെങ്കിൽ അവിടെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സബ്മിറ്റഡ് കാണിക്കുന്നത്. ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ മെസ്സേജ് വരും. അപ്രൂവൽ വന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി തൊട്ട് പെൻഷൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നാണ് നിങ്ങൾക്ക് അപ്രൂവൽ വരുന്നത് ആ ഒരു മാസം മുതലായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ്റെ എമൗണ്ട് കിട്ടുന്നത്. ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരത് തിരിച്ചയക്കുന്നതാണ്. റിട്ടേൺ ടു സിറ്റിസൺ എന്നൊരു സംവിധാനം വഴി അത് നിങ്ങൾക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കൊടുത്ത രേഖകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് ആവാത്ത രീതികളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തതിൽ എന്തെങ്കിലും പെശകും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റിട്ടേൺ ടു സിറ്റിസൺ എന്നൊരു സംവിധാനം വഴി അത് തിരിച്ചു വരികയും നിങ്ങൾക്ക് എന്താണോ ആ ഒരു പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അത് നോക്കിയിട്ട് നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ മെസ്സേജ് വരുന്നതാണ്. എന്നാൽ റിജക്ഷൻ ആയിട്ടാണ് അത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിജക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതല്ല. എന്നാൽ നേരെ മറിച്ചിട്ട് എന്തെങ്കിലും കുഞ്ഞ് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തതിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ടു സിറ്റിസൺ എന്നൊരു സംവിധാനം മുഖാന്തരം നിങ്ങൾക്ക് അതിലെ രേഖകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. പിന്നെ ചിലർക്കൊക്കെ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. സബ്മിറ്റഡ് ആണെങ്കിലും നിങ്ങളുടെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ അവർ വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രൂവൽ മെസ്സേജ് വന്നിരിക്കണം. അപ്രൂവൽ ആയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി തൊട്ട് എല്ലാ മാസവും, അതായത് എന്നാണോ അപ്രൂവൽ ആയത് ആ ഒരു മാസം മുതൽ നിങ്ങൾക്ക് 1000 രൂപ വെച്ച് നിങ്ങളുടെ ആ ഒരു പെൻഷൻ്റെ എമൗണ്ട് കിട്ടുള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കുടിശ്ശിക എന്നൊരു രീതിയിൽ ആ ഒരു മാസത്തെ എമൗണ്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നതല്ല. എന്നാണ് അപ്രൂവൽ ആവുന്നത് ആ ഒരു മാസം തൊട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ട് കിട്ടുക. പിന്നെ ഇതിൻ്റെ ഒരു അവസാന തീയതിയില്ല. നിങ്ങൾക്കിപ്പോൾ എന്നാണോ നിങ്ങൾക്ക് 35 വയസ്സാവുന്നത് ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയിലോട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ജോലിയോ വരുമാനങ്ങളോ അല്ലെങ്കിൽ വേറെ പെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് മാത്രമായിരിക്കും ഈ ഒരു സംവിധാനത്തിലോട്ട് വീണ്ടും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു അവസാന തീയതിയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാ വർഷവും, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ പെൻഷൻ വാങ്ങുന്നവർ എല്ലാ വർഷവും മസ്റ്ററിങ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു വീട്ടമ്മ പെൻഷൻ വാങ്ങുന്നവർക്കും എല്ലാ വർഷവും ഇനി തൊട്ട് മസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്ന ടൈമിൽ നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് PDF ആയിട്ടൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ മുഖാന്തരം നിങ്ങൾക്കിപ്പോൾ പഞ്ചായത്തിൽ ഈ ഒരു രേഖകൾ ഹാജരാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ, കാരണം ചിലർക്കൊക്കെ ചില പഞ്ചായത്തുകളിൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എല്ലായിടും അല്ല, ചില പഞ്ചായത്തുകളിൽ മാത്രം. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും കൂടി എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇതുവരെയും അപേക്ഷിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപേക്ഷിക്കുക. 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളായിരിക്കണം ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏജ് പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഏജ് പ്രൂവ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് ഒരു സാക്ഷ്യപത്രം കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെയും അപേക്ഷിക്കാത്തവർ നിങ്ങൾ വളരെ പെട്ടെന്ന് ഇത് അപേക്ഷിക്കുക. ഇതറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അവർക്കൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.